ഹലോ ബഡീസ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 100x100 അനിമേ സീരീസിലെ എപ്പിസോഡ് 17 18 അപ്പോൾ പോയ എപ്പിസോഡിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ചുക്ക് റിവ്യൂ തരാം. നമ്മുടെ പാവം ഗോഡിന് ഹിസോക്കയിൽ നിന്ന് ശരിക്കും ഒരു അടി കിട്ടിയിട്ടുണ്ട്. അത് വെറും ഒരു അടിയല്ല, ഒരു മാസ്മരിക പഞ്ച് തന്നെ കിട്ടി. അതിനുശേഷം ഗോളിന് ഹിസോക്കയുടെ മേലെ വളരെ ദേഷ്യമാണ്. എന്തെങ്കിലും ഒരു ദിവസം ഹിസോക്കയ്ക്ക് ഇട്ടൊരു അടി കൊടുക്കുമെന്ന് നമ്മുടെ ഗോള് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ 16ാമത്തെ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ്സ്. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. 17ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കിലുവയെ കാണാം. അവൻ ഇപ്പോഴും അവന്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുക. കിലുവ അവൻ കേൾക്കുന്ന പോലെ പറയാ, എന്നെ പിടിക്കാൻ ഞാൻ ഒരു ചാൻസ് പോലും തരില്ല, അതുകൊണ്ട് എന്റെ പിന്നാലെ വന്നിട്ട് ഒരു കാര്യമില്ലെന്നും പറയുന്നുണ്ട്. പക്ഷെ ആ പിന്നിൽ വരുന്നവൻ ഇതൊന്നും കേൾക്കുന്നില്ല. അവൻ വിചാരിക്കുന്നുണ്ട് കിലുവയെ ചുമ്മാ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ. പക്ഷെ അവരും ചെറിയൊരു പേടിയുണ്ട് കിലുവയെ കൊല്ലാൻ. കിലുവയാണെങ്കിൽ എന്തൊരു തൊന്തരവാണിത്, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ഫൈറ്റ് ചെയ്യും. പക്ഷെ നിന്നെ ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല, കാരണം നീ എനിക്ക് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നും നമ്മുടെ കിലുവ അയാളോട് പറയുന്നുണ്ട്. എന്നിട്ട് അയാളുടെ അടുത്തേക്ക് നടക്കുക. അപ്പോൾ ആ പുറകെ നടക്കുന്നവന്റെ മനസ്സിൽ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ, ഇവൻ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയല്ലേ, പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് ഇത്ര കൂളായി നടക്കുന്നതെന്ന് ഈ പുറകെ നടക്കുന്നവന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സ്ട്രോങ് ആയിരിക്കും ചാൻസ് ഉണ്ടോ, പക്ഷെ ഞാൻ അവനേക്കാളും വലിയ ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ തോൽപ്പിക്കുമെന്നൊക്കെ ഇവൻ വിചാരിക്കുന്നുണ്ട്. ഇവന് ശരിക്കും നമ്മുടെ കിലുവയുടെ പവർ ഒന്നും അറിയില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പക്ഷെ ഇവൻ ഇത്ര കാമായിട്ട് വരുന്നത് കാണുമ്പോൾ എന്തോ പന്തികീട് തോന്നുന്നുണ്ട്, തൽക്കാലം എസ്കേപ്പ് അടിക്കാം. പക്ഷെ ഓടിപ്പോയാൽ എന്റെ ബ്രദേഴ്സ് എന്നെ കുറ്റപ്പെടുത്തും, ഭ്രാന്ത് പിടിക്കുന്നു, അപ്പൊ ഞാൻ എന്താ ചെയ്യണം പറഞ്ഞ് ഈ പുറകെ വരുന്നവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അയാളുടെ തൊട്ട് പിന്നിൽ അയാളുടെ ബ്രദേഴ്സ് വന്ന് നിൽക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ 3rd എപ്പിസോഡിൽ പരിചയപ്പെട്ടവരാണ് അമോരി, ഇമോരി, ഉമോരി എന്ന ആ 3 പേര് തന്നെ. അപ്പോൾ അതിലൊരുത്തൻ ചോദിക്കുക, ഞങ്ങളുടെ ഫൈറ്റ് കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വന്നു, നിന്റെ ഫൈറ്റ് എന്തായി, ആ ചെറിയ ചെക്കന്റെ കാർഡ് എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ബ്രദേഴ്സിന്റെ ശ്രദ്ധ കിലുവയിലേക്ക് പതിയുന്നത്. അപ്പൊ ഇത് കണ്ട് ഇവൻ ഇപ്പോഴും ആ ചെക്കന്റെ കാർഡ് എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ആ 2 ബ്രദേഴ്സും ഇവനെ തല്ലാൻ ഒങ്ങാണ്, നല്ലപോലെ ചീത്ത പറയുന്നുമുണ്ട്. അപ്പൊ തല്ല് കിട്ടാതെ നിൽക്കാൻ അയാൾ കള്ളം പറയാ, അയ്യോ അങ്ങനെയില്ല, അവൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് എനിക്ക് പാവം തോന്നി, അപ്പോൾ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ അവൻ വിട്ടേക്കുന്നതെന്ന് അവൻ കള്ളം പറയുന്നുണ്ട്. പക്ഷെ ബ്രദേഴ്സിന് ഇവന്റെ കളിയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരുടെ നിർബന്ധപ്രകാരം ഈ കിലുവയുടെ ടാഗ് എടുക്കാൻ വേണ്ടി അയാൾ പോവുക. അവന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും മാജിക് സംഭവിച്ച് ഞാൻ തോറ്റാലും ബ്രദേഴ്സ് സപ്പോർട്ടിനുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലാന്നും പറഞ്ഞ് കിലുവയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ കിലുവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ ചീറു ചെക്ക നിന്റെ ടാഗ് ഇതാന്നും പറഞ്ഞ് വളരെ ധൈര്യത്തിൽ ഇവൻ കിലുവിന്റെ അടുത്ത് ടാഗ് ചോദിക്കുക. നമ്മുടെ കിലുവയ്ക്ക് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഈ ബ്രദർ ഇപ്പോഴും നിർത്താതെ വളരെ ശക്തിയായിട്ട് കിലുവിന്റെ വയറ്റിൽ തന്നെ ഒരു ചവിട്ട് കൊടുക്കുക. പക്ഷേ കിലുവയെ കൂളായിട്ട് ഒരു പൂസലും ഇല്ലാതെ കിക്കപ്പ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് ബ്രദേഴ്സിൽ ഒരാള്, നീ ഇത്ര നല്ലവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അവൻ നിന്നെ കളിയാക്കിയിട്ടും നീ പതുക്കിയല്ലേ ചവിട്ടിയത്. അപ്പോഴേക്കും കിലുവ അയാളുടെ ടാഗ് അടിച്ചു മാറ്റിയിരിക്കുന്നു. അയാൾ ഞെട്ടിത്തിരിച്ചു പോയി. അപ്പൊ എനിക്ക് വേണ്ട നമ്പർ 199 ആണ്, നിന്റേത് 198 ആണ്. അപ്പൊ നിന്റെ ബ്രദേഴ്സിന്റെ അടുത്ത് 199 ഉണ്ടാവും, അതൊന്ന് താന്ന് നമ്മുടെ കിലുവ ഒരു പേടിയും കൂടാതെ അവരോട് ചോദിക്കുക. ബ്രദേഴ്സ് മനസ്സിലാക്കി ഇവൻ സാധാരണക്കാരനല്ല, ഇനി സീരിയസ് ആകണം, എത്ര വലിയ കൊലവമ്പനാണെങ്കിലും ഇവൻ അടിച്ചിട്ടിട്ടേ പോകൂവെന്ന് 3 പേരും 3 വശത്ത് നിന്ന് കിലുവയെ വളഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കിലുവ അപ്രത്യക്ഷനാകുന്നത്. പിന്നെ ഒരു ബ്രദേഴ്സിനെ പിടിച്ചു വയ്ക്കാറ്, എന്നിട്ട് പറയാ, എന്റെ കൈക്ക് കത്തിയേക്കാൾ മൂർച്ചയാണ് എന്നും പറഞ്ഞ് ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്ത് ബ്രദേഴ്സിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. എന്നിട്ട് നിന്റെ കയ്യിലുള്ളത് 199ാമത്തെ ബാഡ്ജല്ലേ, അതെന്ന് ആ ഒരു ബ്രദർ പറയാം, അത് എനിക്കിതാണ്, ഞാൻ ഇവനെ ഒന്നും ചെയ്യില്ല എന്ന് നമ്മുടെ കിലുവ വന്നിട്ട് ഇവനെ പീഡിപ്പിച്ചുകൊണ്ട് പറയാം. അപ്പൊ ഈ കിലുവയുടെ ഈ വിരലുകൾ കണ്ട് അവൻ പീഡിച്ച് ടാഗ് കൊടുക്കുന്നുണ്ട്, കാരണം വളരെ മൂർച്ചയുള്ള ഫിംഗേഴ്സ് ആണ്. ബാക്കി 2 ടാഗുകൾ നമ്മുടെ കിലുവയ്ക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ട് ആ 2 ടാഗുകളും അവൻ പറത്തി കാട്ടിലോട്ടിട്ടു. ഇനി 3 ദിവസം കൂടി ബാക്കിയുണ്ട്, ഗുഡ് ലക്ക്, നിങ്ങൾ പോയി കണ്ടുപിടിച്ചോളൂ എന്നും പറയാം. എന്നിട്ട് ഇതെനിക്ക് ബോറടിക്കുകയാണല്ലോ, ഈ ഗോഡ് എവിടെയായിരിക്കുമോ എന്നും പറഞ്ഞ് എന്നാലോചിച്ച് കിലുവയെ നടക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ലിയോറിയെ കാണാം. അപ്പൊ ഇവൻ പറയാ, ഇനി 1 ദിവസം കൂടിയുള്ളൂ, എങ്ങനെയെങ്കിലും എനിക്ക് ടാഗ് കിട്ടണം, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോയി നോക്കിയാലോ എന്നും പറഞ്ഞിരിക്കുക. അവിടെ ആരെയും കാണില്ല, വേറെ എവിടെയെങ്കിലും പോകാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. ആരാണെന്നോ, നമ്മുടെ ഗോഡാണ് ആ മരത്തിന്റെ മുകളിലുള്ളത്. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് ലിയോറി ചോദിച്ചു. ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചു വന്നതാ, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്.
അപ്പോൾ നിനക്ക് നിന്റെ ടാർഗറ്റിന്റെ കാർഡ് കിട്ടിയോന്ന് കുറാപ്പിക്ക ചോദിക്കുക. ഗോണൊന്ന് അസിസ്റ്റന്റായി, പക്ഷെ എനിക്ക് എങ്ങനെയോ കിട്ടിയെന്നും പറയുന്നുണ്ട്. സോ ഇനി എന്റെ ടാർഗറ്റിന്റെ കാർഡ് മാത്രമേ കിട്ടാനുള്ളൂ അല്ലെ? ലിയോറിയോ നിരാശനായി മാറുന്നു. കാരണം അവന് മാത്രം ഇതുവരെയായിട്ടും ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ലിയോറിയെ സഹായിക്കാൻ നമ്മുടെ ഗോഡ് ചോദിക്കുകയാണ് നിന്റെ ടാർഗറ്റ് ആരാന്ന്. അപ്പൊ കുറാപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ലിയോറിയുടെ ടാർഗറ്റ് പോൻസു എന്നൊരു ലേഡിയാണ്. കുറെ കെമിക്കൽസും ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് അത്ര. ടോൺപോ വഴി അറിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുറാപ്പിക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഐഡിയ തോന്നുക, ഗോണിന് നല്ല സ്മെല്ലിംഗ് പവർ ഉണ്ടല്ലോ. അപ്പൊ ഈ കെമിക്കൽസിനെയും ഡ്രഗ്സിനെയും ഒക്കെ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കാൻ ഗോണിന് പറ്റുമായിരിക്കുമെന്ന് നമ്മുടെ കുറാപ്പിക്ക് തോന്നുക. അപ്പൊ കുറാപ്പിക്ക ഗോഡിനോട് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഗോളും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഈ സ്മെൽസ് കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് ഇവൻ ആ സ്മെല്ല് വരുന്ന ദിശയിലോട്ട് കുറെ ദൂരം നടക്കുകയാണ്. ലാസ്റ്റ് ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്കും സൂര്യനെ കസ്തമിച്ച് കാണും. അപ്പോഴേക്കും സൂര്യനെ കസ്തമിച്ച് സന്ധ്യയായിട്ടുണ്ട്. അപ്പൊ ലിയോറിയോ ആ ഗുഹയുടെ ഉള്ളിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഞാൻ വിളിച്ചാൽ മാത്രം ഉള്ളിലോട്ട് വന്നാൽ മതി എന്ന് പറയാം. അപ്പൊ കുറാപ്പിക്ക എന്തായാലും ഒരു 30 മിനിറ്റ് വരെ കാത്തിരിക്കാം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലോട്ട് വരുമെന്നും പറയാം. അപ്പൊ ലിയോറിയോ ആദ്യം അതൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഓക്കെ എന്നും പറഞ്ഞ് ആ ഗുഹയുടെ ഉള്ളിലോട്ട് പോവുക. ഗുഹയുടെ ഉള്ളിൽ ആരെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 3ാമത്തെ എപ്പിസോഡിൽ കണ്ട ബേർബിൻ എന്ന ഒരാളെയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പോൻസും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോൻസു പറയാ ഞാനാണ് നിന്റെ ടാർഗറ്റ്. അപ്പൊ ലിയോറിയോ ഞെട്ടി, അതെ നീ തന്നെയാണ് എന്റെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ഈ ഗുഹയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല, നീ ടാഗ് എടുത്താലും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ലെന്ന് നമ്മുടെ പോൻസു ലിയോറിയോട് പറയാം. അങ്ങനെ സീന് കട്ട് ചെയ്ത് നമ്മുടെ ഗോണിനെയും കുറാപ്പിക്കയും കാണിക്കുക. അപ്പൊ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കുറെ നേരമായിട്ടും ലിയോറിയോ ഗുഹയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ ഇവൻ വരാത്തേന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലിയോറിയോട് സൗണ്ട് കേൾക്കുക. പറഞ്ഞാണ് നമ്മുടെ ലിയോറിയോ വിളിക്കുന്നത്. അപ്പൊ ഇത് കേട്ട് ഈ ഗോണും കുറാപ്പിക്കയും ഒരുമിച്ച് ഗുഹയുടെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവര് ഉള്ളിലെത്തുമ്പോഴേക്കും ലിയോറിയെ കുറെ പാമ്പ് കടിച്ചിട്ടുണ്ടാവും. അപ്പൊ കുറെ പാമ്പുകൾ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ബേർബിൻ എന്ന ആള് ഒരു പാമ്പ് വളർത്തുന്ന ആളായതുകൊണ്ട് എല്ലാവരും അയാളെയാണ് സംശയിച്ചത്. അപ്പൊ ഞാൻ കയറണ്ട എന്നല്ല പറഞ്ഞത്, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ലിയോറി ചോദിക്കുക. പക്ഷെ ഇവർക്ക് കേട്ടത് ലിയോറി കയറാൻ പറഞ്ഞതുപോലെയാണെന്ന് തോന്നുന്നത്. അപ്പോഴേക്കും ഗോള് ലിയോറിയെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. പോയിസൺ അത്ര സ്ട്രോങ് ഇല്ല, പക്ഷെ കുറെ ഭാഗത്ത് കടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലിയോറിയെ ബോധം കെട്ടിട്ടുണ്ടാവും. അപ്പൊ മുറിവുകളിൽ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ലിയോറിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുപോവുക. പക്ഷെ അവര് പറയാ ഇവിടെ നിന്നും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ആരെങ്കിലും പുറത്തു പോകാൻ ശ്രമിച്ചാൽ പാമ്പുകൾ വന്ന് കടിക്കും. ഇത് ബെർബിൻ സെറ്റ് ചെയ്ത ട്രാപ്പാണ്, അതുകൊണ്ടല്ല ഞാനും ഇവിടെ ഇരിക്കുന്നതെന്ന് നമ്മുടെ പോൻസു ഇവരോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ എസ്കേപ്പ് ചെയ്തതെന്നും നമ്മുടെ പോൻസു പറയാം. നിനക്ക് ടാഗ് അല്ല വേണ്ടത്, ഞങ്ങൾ തരാം, ഈ ട്രാപ്പ് എടുത്ത് ഒഴിവാക്കും. ഇവനെ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് കുറാപ്പിക്ക ബെർബിനോട് പറയാം. പക്ഷെ ബെർബിൻ വാ പോലും തുറക്കുന്നുണ്ടാവില്ല. അപ്പോഴാണ് നമ്മുടെ പോൻസു ഒരു സത്യം പറയുന്നത്, ബെർബിൻ മരിച്ചു, അവൻ ട്രാപ്പ് സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു പോയെന്ന് നമ്മുടെ പോൻസു ആ ഒരു സത്യം പറയാം. അങ്ങനെ ഇവിടെ നമ്മുടെ 17ാമത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പൊ ഈ 18ാമത്തെ എപ്പിസോഡിലാണ് ബാക്കി കഥകൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ട്രാപ്പ് സെറ്റ് ചെയ്ത് ആരും മരിച്ചു പോയതെന്ന് കുറാപ്പിക്ക് ഇങ്ങനെ അതിശയിച്ച് നോക്കി നിൽക്കുക. അതെ ഞാനാണ് കൊന്നത്, ശരിക്കും ഞാൻ വിചാരിച്ചതല്ല അവനെ കൊല്ലണമെന്നും നമ്മുടെ പോൻസു ഇത് കേട്ടിട്ട് പറയാം. അപ്പൊ കുറാപ്പിക്ക ഗോഡിനോട് ലിയോറിയെ പിടിക്കാൻ പറഞ്ഞിട്ട് ബേർബന്റെ ബോഡി പോയി ചെക്ക് ചെയ്യാണ്. അപ്പൊ പാമ്പുകൾ വന്ന് ബേർബനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ബേർബൻ മരിച്ചതെങ്ങനെയാന്ന് വെച്ചാല് തേനീച്ചയുടെ കടി കൊണ്ടാണ്, പാമ്പുകളുടെ കടി കൊണ്ടല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കുറാപ്പിക്ക പോൻസുവോട് ചോദിക്കുമ്പോൾ പോൻസു കഥ പറയാൻ തുടങ്ങാണ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്. ഞാൻ ബേർബിനെ ഫോളോ ചെയ്യായിരുന്നു, അവൻ ഗുഹയിൽ കയറി എന്ന് ഉറപ്പാക്കിയ സമയത്ത് ഞാൻ ഗുഹയുടെ ഉള്ളിൽ സ്ലീപ്പിംഗ് ഗ്യാസ് സ്പ്രേ ചെയ്തു. അപ്പൊ എല്ലാം സേഫ് ആണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഞാൻ ഉള്ളിലേക്ക് കയറി. ബേർബിൻ പുറന്നായിരുന്നു ഈ സ്ലീപ്പിംഗ് ഗ്യാസ് കൊണ്ട്, പക്ഷെ അവൻ ഗുഹന്റെ ഉള്ളിൽ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ സ്ലീപ്പിംഗ് ഗ്യാസ് എന്നെ പാമ്പുകൾക്കും ഏറ്റിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് പാമ്പുകൾ നമ്മുടെ പോൻസുവിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ പോൻസു ഇങ്ങനെ സ്ക്രീം ചെയ്തപ്പോൾ നമ്മുടെ തേനീച്ചകൾ ഈ പോൻസുയുടെ തലയിലൊന്നും വന്ന് ഈ പാമ്പുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ബേർബിനും എണിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ ബേർബിനും ഈ തേനീച്ചയുടെ കടി നല്ലപോലെ കൊണ്ടിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മുടെ ബേർബിൻ മരിച്ചത്. പക്ഷെ ബേർബിന് ശരിക്കും കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല പോൻസു ഇതൊന്നും ചെയ്തത്. എന്നിട്ട് ഞാൻ ഗീവ് അപ്പ് ചെയ്തു, ഇനി ഇവിടുന്ന് നമുക്ക് പോവാൻ എക്സാമിനേഴ്സ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പോൻസു പറയാ. എക്സാമിനേഴ്സ് നമ്മളെടുത്തോണ്ട് വരുമോ എന്ന് നമ്മുടെ കുറാപ്പിക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ ബാഡ്ജിൽ എല്ലാവരെയും ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ഓരോ ആൾക്കാരെയും ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ട്രാക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ച് എക്സാമിനേഴ്സ് വരുമെന്ന് പോൻസു പറയുന്നുണ്ട്. പക്ഷേ എക്സാം കഴിഞ്ഞാൽ മാത്രമേ അവർ വരുള്ളൂ. അപ്പൊ എക്സാം കഴിയാൻ ഇനിയും ഒരു ദിവസം ബാക്കിയുണ്ട്. ഇത് കേട്ട് കുറാപ്പിക്ക സമ്മതിക്കുന്നില്ല, അത് നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ലിയോറിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അവൻ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. അപ്പൊ അവനെ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചില്ലെങ്കിലും മരിക്കും. ഇത് അവന്റെ തന്നെ തെറ്റാണ്, ഞാൻ അവനോട്
ഗോണിനോട് പോകണ്ടെന്ന് പറഞ്ഞാണെന്നും കുറാപ്പിക്ക ദേഷ്യത്തോടെ ഈ സമയത്ത് പറയാം. ഈ സമയത്ത് നമ്മുടെ ലിയോറെ ഒന്ന് നോക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ഗോണ് ബേർബിന്റെ ബോഡി ചെക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ഗോണ് ബേർബിന്റെ ശരീരത്തെ തൊടാൻ പോയപ്പോ പാമ്പുകൾ ഫുള്ള് വന്ന് നമ്മുടെ ഗോണിനെയും കടിക്കുക. പക്ഷെ അതൊക്കെ സഹിച്ച് നമ്മുടെ ബേർബിന്റെ ഷർട്ടിൽ നിന്ന് ഒരു മരുന്ന് എടുക്കുകയാണ് നമ്മുടെ ഗോൺ. അപ്പൊ കുറാപ്പിക്കും ലിയോറയ്ക്കും ഈ മരുന്ന് കൊടുക്കുക. ഗോൺ ആ സമയത്ത് തന്നെ നിലത്തും വീഴുക. അപ്പൊ കുറാപ്പിക്ക് മാത്രമേ ബാക്കി ഇങ്ങനെ എണീച്ചിരിക്കുന്നുള്ളൂ. അപ്പൊ കുറാപ്പിക്ക് ഇവർ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ ഈ മരുന്ന് കുടിച്ചതോടുകൂടി ഗോൺ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പോൺസോട് ചോദിക്കുക സ്ലീപ്പിംഗ് ഗ്യാസ് ബാക്കിയുണ്ടോന്ന്. അപ്പൊ ഇത് കേട്ട് ഉണ്ടെന്നും പറയാം. ഗോണ് ബേർബിന്റെ കയ്യിലുള്ള ആ ടാഗ് എടുത്തിട്ട് ഈ ടാഗ് തരാം, അതിനു പകരം നീ ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് ഗ്യാസ് തരണമെന്നും പറയുന്നുണ്ട്. പോൺസോ ഓക്കെ പറയാം. ഗോണിന്റെ പ്ലാൻ ഇതാണ്. എന്താണെന്ന് ചോദിച്ചാൽ സ്ലീപ്പിംഗ് ഗ്യാസ് യൂസ് ചെയ്ത് എല്ലാവരെയും ബോധം കെടുത്തുക, എന്നിട്ട് എല്ലാവരെയും ബാഹുബലിയെ പോലെ ഒറ്റടി ഗുഹയുടെ പുറത്തേക്ക് കൊണ്ടുപോവുക. ഇത് കേട്ട് പോൺസോ ആദ്യം എതിർക്കുന്നുണ്ട്, പക്ഷെ പിന്നെ സമ്മതിക്കുക. കാരണം ഈ സ്ലീപ്പിംഗ് ഗ്യാസ് ഗുഹ ഫുള്ള് നിറയണമെങ്കിൽ 5 മിനിറ്റ് എടുക്കും. അതുവരെ ആർക്കും ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഗോണിന്റെ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ 9 മിനിറ്റ് 44 സെക്കൻഡ് വരെ ഈ ശ്വാസം പിടിച്ചു വെക്കാൻ നമ്മുടെ ഗോണിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ സ്ലീപ്പിംഗ് ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞ് എല്ലാവരെയും ഒറ്റയടിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഗോൺ ശ്രമിക്കുന്നത്. അപ്പൊ ഗോഡ് ഇങ്ങനെ നല്ല പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടിട്ട് ഗോണിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് പോൺസോ സമ്മതിക്കുകയാണ്. അപ്പൊ ഇവര് സ്ലീപ്പിംഗ് ഗ്യാസ് റിലീസ് ചെയ്യാണ്. ഗോൺ ആണെങ്കിൽ ശ്വാസം വിളിച്ചു നിർത്തി പോൺസോവിനെ സിഗ്നൽ കൊടുക്കുകയാണ് ഗ്യാസ് റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗുഹ ഫുള്ള് ഈ സ്ലീപ്പിംഗ് ഗ്യാസ് പടർന്നുകൊണ്ടിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഗുഹ ഫുള്ള് സ്ലീപ്പിംഗ് ഗ്യാസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പോൺസോ, ലിയോറിയോ, കുറാപ്പിക്ക എല്ലാവരും പാമ്പുകളും എല്ലാം ഈ സ്ലീപ്പിംഗ് ഗ്യാസ് കൊണ്ട് മയങ്ങിയിട്ടുണ്ടാവും. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ ലിയോറിയും ഇവരെല്ലാവരെയും തൂക്കി നമ്മളെ ഗോണ് ഈ ഗുഹയുടെ പുറത്തേക്ക് പോവുക. അപ്പൊ എല്ലാവരും പുറത്തെത്തിയതിനു ശേഷം നമ്മുടെ ബേർബിന്റെ ടാഗ് പോൺസോന് കൊടുക്കുകയാണ്. പോൺസോയുടെ ടാഗ് ലിയോറിക്കും കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുക. ഹണ്ടർ അസോസിയേഷന്റെ ഷിപ്പ് പുറത്തു വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണമെന്ന് ഈ ഹണ്ടർ അസോസിയേഷനിലുള്ളവർ പറയാം. അപ്പോൾ 1.5 മണിക്കൂർ ശരിക്കും കഴിഞ്ഞിട്ടുണ്ടാവും. 6 പേര് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. ആരൊക്കെയെന്ന് വെച്ചാൽ ഹിസോക്ക, പോക്കിൽ, കിലുവ, ഹിസോക്കയുടെ ആ ഫ്രണ്ട്, കുറെ മുള്ളുകളുള്ള ഫ്രണ്ട് ബോർഡർ ഹാൻസോ, ഇവരാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ 6 പേര് മാത്രമേ പാസ്സായി വിടൂ. ഗോഡ് തോറ്റു എന്നും പറഞ്ഞ് കിലുയ ഇങ്ങനെ നിരാശനായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോണും ലിയോറിയും കുറാപ്പിക്കയും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തുന്നത്. അപ്പൊ കിലുവയ്ക്ക് ഇത് കണ്ട് സന്തോഷമായി. നമ്മുടെ ഹിസോക്ക ആണെങ്കിൽ ഗോണിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ടോട്ടൽ 9 പേരാണ് 4th ഫേസ് പാസ്സായത്. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ് എന്ന് നമ്മുടെ എക്സാമിനർ ഇവരോട് പറയുന്നുണ്ട്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഫേസിൽ ആരൊക്കെ ജയിക്കാൻ പോകുന്നത്, എത്ര പേര് ഔട്ട് ആവുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.